Hello Sunil, ഞാൻ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ വീഡിയോ കണ്ടു. ഇറ്റ്സ് എ വെരി ഗുഡ് വീഡിയോ. അത് ക്വൈറ്റ് ഇലാബറേറ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവല്യൂഷൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനത് ഐ എം ബേസിക്കലി ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്ത ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ ഹാവ് ബീൻ എ ലൈഫ് ലോങ് സപ്പോർട്ട് ഓഫ് ദ കോൺഗ്രസ്. എൻ്റെ ബിലീഫാണ് ഇറ്റ്സ് എ സെൻട്രിസ്റ്റ് പാർട്ടി. It is basically secular. It has all the temperament and the intellectual and social capital to have future leaders of the country. അതിൽ ഈ കോൺഗ്രസിൻ്റെ മെയിൻ പ്രോബ്ലം നമ്മൾ പറയുമ്പോൾ ഇത് ഇവോൾവ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ നോർത്ത് സെൻട്രിക് പാർട്ടി. അതിൻ്റെ കാരണം നോർത്തിലെ ആളുകൾ ബേസിക്കലി ഫ്രോം അലഹബാദ്, യു പി, കശ്മീർ, യുണൈറ്റഡ് പ്രോവിൻസസ്, അങ്ങനെയുള്ള സ്ഥലത്ത് ഉള്ള എലീറ്റ് ക്രൗഡ് എന്ന് പറഞ്ഞ ആളുകൾ ഈ ഇന്ത്യയിൽ വന്ന കൊളോണിയൽ പവേഴ്സ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഴിഞ്ഞ ഉള്ള ഗവൺമെൻറ്റ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ അവർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കി അവരുടെ മക്കളെ ഇംഗ്ലീഷ് സ്കൂൾസിലും കോൺവെൻറ്റ് സ്കൂൾസിലൊക്കെ വിട്ടിട്ട് അതിൽ വളരെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മക്കളെ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും ബാരിസ്റ്റേഴ്സായിട്ട് ട്രെയിൻ ചെയ്ത് അവർ ഇന്ത്യയിൽ തിരിച്ചു വന്ന് അവർ യു കെയിൽ ഇംബൈബ് ചെയ്ത് എൻലൈറ്റൻമെൻറ്റ് വാല്യൂസ് അവർ ഇവിടെ അഡോപ്റ്റ് ചെയ്ത് ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഇറ്റ് വാസ് ബേസിക്കലി എ നോർത്ത് സെൻട്രിക് പാർട്ടി. പിന്നെ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും വല്ലഭായ് പട്ടേലും സൗത്തിൽ ബേസിക്കലി മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് പട്ടന്മാരും ചെട്ടിയാരും ഈ അവർ എഫ്ലുവൻറ്റ് ക്ലാസ്സാണ്. അവരിങ്ങനെ ഇതുപോലെ തന്നെയുള്ള സെയിം പ്രോസസ്സിൽ കൂടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനൊക്കെ പഠിച്ച് അവർ ഇംഗ്ലണ്ടിലൊക്കെ പഠിച്ച് അവർ തിരിച്ച് വന്നിട്ട് ദേ വർ ജോയിൻ. ഇതിൽ about 80% of the people അന്നത്തെ കാലത്ത് as members of the Congress, they had an education abroad, but and some of them were actually orthodox. They held orthodox beliefs. In English use ചെയ്യുന്ന phrase ആണ് closet സംഘീസ്. അവർ ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ they held very ultra orthodox religious beliefs and they were devout Hindus. They found a clash between secularism and a secular temperament and their beliefs in Hinduism. They were not ready to adopt a scientific temper. They felt that Hinduism should be given the pride of place because it is professed and practiced by almost 90% of the people in this country. Adu veche avaru mumbotu poyi. They tried to refashion the Congress in their own ways. അങ്ങനെയാണ് സെൻട്രിസ്റ്റ് ആയിട്ടുള്ള ആളുകളും ഈ റിലീജിയസ് ഓർത്തഡോക്സി ഫാക്ഷൻസ് വിത്തിൻ ദ കോൺഗ്രസും ഉള്ള ക്ലാഷ് വന്നത്. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇവർ വെളിക്ക് പുറമേ അവരുടെ ബിലീഫ്സ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഈ ക്യാൻസർ പോലെ കോൺഗ്രസിൽ അവരുടെ പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്ത് റൈറ്റ് വിങ് എലമെൻസുമായിട്ട് അവർ ചേർന്ന് കൂടി കോൺഗ്രസ് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പല ആളുകളുണ്ട്. ഈ ചരിത്രം തന്നെ സുനിൽ പറഞ്ഞത് നല്ലതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഇറ്റ്. പക്ഷെ ചില ടെക്ടോണിക് ഷിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്. വൺ ഓഫ് ദാറ്റ് വാസ് വെൻ നരസിംഹ റാവു ഹെൽഡ് ദ പോസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ. നരസിംഹ റാവുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഹീ ഈസ് എൻ ഇൻ്റലക്ച്വൽ. പുള്ളിക്ക് 7 ഫോറിൻ ലാംഗ്വേജസിൽ പുള്ളി ഫ്ലുവൻ്റ് ആണ്. And he was a man who had a good grasp of things. എന്നാൽ തന്നെ he was a very conservative Hindu. He was a man who believed in superstitions and in godmen. 1992 എനിക്ക് തോന്നുന്നു അന്ന് he was in a position to take certain decisions. LK അഡ്വാണിയുടെ റത്ത് യാത്ര ബാബറി മസ്ജിദിൽ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് the UP chief minister was Kalyan Singh, if I'm not wrong. അന്നത്തെ ആർമി ലീഡർഷിപ്പ് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. They wanted to contact him. ഞങ്ങൾ ഈ ആർമി ഡിപ്ലോയ് ചെയ്ത് ബാബറി മസ്ജിദിൽ നിന്ന് പോകുന്ന ഈ യാത്ര ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ he was in his puja room and he did not take that call even though he knew that the call would come. അങ്ങനെ he had a hand in the destruction of the Babri Masjid.
because he turned his face towards the other side when he was supposed to take decisions. അതുപോലെ പല ആളുകളുണ്ട് കോൺഗ്രസ്സിൽ, പല ആളുകളുണ്ട്. അവർ മെയിൻ ഇഷ്യൂസ് വരുമ്പോൾ they do not opt for a secular approach. A secular approach is needed. കോൺഗ്രസ്സിന് വന്ന ഏറ്റവും വലിയ ഇടി എന്ന് ചോദിച്ചാൽ, there were people who have accused the Congress of a dynastic rule. അത് തെറ്റാണ്. Actually, it is misinformation by the media. നമ്മൾ കോൺഗ്രസിൻ്റെ Indian National Congress's history നമ്മൾ പഠിക്കുമ്പോൾ, there were more than 12 presidents who are not from the Gandhi family. Why do we? I firmly believe that the Gandhis have to play a role in the Congress for certain reasons. Right from Motilal Nehru to Jawaharlal Nehru to Indira Gandhi to Sonia Gandhi and now with Rahul, Gandhi family history നമ്മൾ പഠിക്കുമ്പോൾ, they do not actually belong to any one region. Nehru started as a Kashmiri. His daughter married Parsi, so they have both Kashmiri and Parsi blood. Her son, that is Rajiv Gandhi, married an Italian, so they have a mixture of Parsi, Italian and Kashmiri blood that is coursing through their veins. So അവർ ഒരു കോസ്മോപോളിറ്റൻ അപ്രോച്ചാണ് അവരുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. Even though Rahul Gandhi has visited temples, and even though Indira Gandhi also and Sonia Gandhi have visited temples, they do not openly profess a particular religion or a religious view, and they stand for everything. കോൺഗ്രസ്സിനുള്ള പ്രശ്നങ്ങൾ ഇവിടുന്ന് തുടങ്ങുന്നത്. When it says it is secular, it must have a president who's openly secular. അങ്ങനെ സെക്യുലർ ആയിട്ടിരിക്കുമ്പോൾ ഈ ഓർത്തഡോക്സ് എലമെന്റ്സ് ഇതിലുള്ളത്, they will begin fighting and they will begin trying to ruin the party from inside. That is one point. The second point is, no person other than the Gandhi family will be willing to take the blame should something go wrong. അതാണ് ഞാൻ പറയുന്നത്. The revival of the Congress is based on the Gandhi family. കാരണം the Gandhi family is the only family that can take all the blame. You can hurl all the insults, you can hurl all the blame. അവരെ ചീത്ത പറഞ്ഞാലും അവരത് കേൾക്കുകയുള്ളൂ. അവരുടെ റെസ്പോൺസിബിലിറ്റി ഷ്രഗ് ചെയ്യത്തില്ല. വേറെ ഏത് റീജിയനിലും വേറെ ഏത് പാർട്ടി വേറെ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ വന്നാൽ അവർക്ക് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയത്ത് സ്റ്റാൻഡ് ദാറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെക്യുലർ. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അവർ ഹിന്ദു മതം അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുമ്പോൾ, even within Kerala, it is difficult for them to take an independent stand. നമുക്കറിയാവുന്ന കാര്യമാണ്, ശബരിമലയുടെ ഇഷ്യൂ വന്നപ്പോൾ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ് എടുത്തതെന്ന് നമുക്കറിയാം. വി നോ ദാറ്റ് വെരി വെൽ. അപ്പോൾ പഠിത്തം തന്നെയല്ല ഇഷ്യൂ. ദി എബിലിറ്റി ടു സ്റ്റാൻഡ് ആൻഡ് ടേക്ക് right decisions is the main point. Now coming to Kerala. Kerala'de history നമ്മൾ പഠിക്കുമ്പോൾ, it was the first state in the world to in 1959 to elect communism. Communism വന്നപ്പോൾ communist പല റിഫോംസ് അവർ കൊണ്ടുവന്നായിരുന്നു. They brought about a lot of reforms. Land reforms ആയിരുന്നു. പിന്നെ ദലിത്സിന് അല്ലെങ്കിൽ അവിടുത്തെ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് through land reforms and through agrarian wage reform and through other state benefits, they were able to uplift the deprived classes. That is one thing. പക്ഷെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളാണ്. This might be an unpopular view. ഈ കേരളയുടെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഓഫ് ബേസിക്കലി പാരഡോക്സിക്കലി അരിസ്റ്റോക്രാറ്റ്സ്, നായരും നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അവർ അന്നത്തെ കാലത്ത് വെളിക്ക് പോയി പഠിക്കുകയും അന്നത്തെ കാലത്ത് കോളേജൊക്കെ പഠിച്ച് ഗ്രാജുവേറ്റ്സ് ആയിട്ട് വന്ന ആളുകളാണ്. They had a very intellectual view of communism. ഇതാണ് പ്രശ്നങ്ങൾ. നമ്മൾ പാർട്ടി ഫൗണ്ട് ചെയ്യുമ്പോൾ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ തലമുറ എപ്പോഴും നല്ലതായിരിക്കും, ബിക്കോസ് ദേ ആർ ദ ബെസ്റ്റ് ആൻഡ് ദ ബ്രൈറ്റസ്റ്റ്. പിന്നെ വരുന്ന തലമുറയിലാണ് പ്രശ്നങ്ങളുണ്ടായത്. കമ്മ്യൂണിസം ഗോട്ട് എ ബാഡ് നെയിം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഫിലോസഫി ഓർ ഐഡിയോളജി. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ന് കേരളയിൽ 800 രൂപയോ 1000 രൂപയായിരിക്കും പെർ ഡേ ഒരു കൂലിക്കാരന് കൊടുക്കുന്നത്. ഒരു കൂലിക്കാരൻ അത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുമ്പോൾ, ഫാമിംഗ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ. നമ്മളൊരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ 4 ട്രേഡ് യൂണിയന്മാർ വന്നിട്ട് അവിടെ കൊടി പ്ലാന്റ് ചെയ്യണം. വി നോ ദാറ്റ്. അതുകൊണ്ട് ഇന്നത്തെ പാരഡോക്സ് എന്ന് പറയുന്നത്, യു ഹാവ് എ ലോട്ട് ഓഫ് യൂത്ത് who are educated, some from good institutions, some from
നോട്ട് സോ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർക്ക് അവരുടെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിഗ്രി ഉണ്ട്, പേപ്പറുണ്ട്. ആ പേപ്പറിൻ്റെ വാല്യൂ എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് മോർ. പിന്നെ ഈ കൺസംഷൻ പാറ്റേൺസ് നമ്മൾ നോക്കുമ്പോൾ ആളുകൾ വലിയ വലിയ വീടുകളൊക്കെ പണിഞ്ഞ് ഗോൾഡിൻ്റെ ജുവലറി ഷോപ്സാണ് കേരളത്തിൽ ഏറ്റവും പ്രോഫിറ്റബിൾ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഈ കള്ളിൻ്റെ ബിസിനസ്സാണ് പോപ്പുലർ. ഈ മൂന്നെന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രിവലസ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ആവശ്യമുള്ള വിധത്തിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ ചാനലൈസ് ചെയ്യാതെ നമ്മൾ ഇത് കേരളയുടെ സൊസൈറ്റി ഡിസ്ട്രോയ് ചെയ്യുന്ന ഇഷ്യൂസാണ്. ഇതിൽ കൂടെ ഒരു പുതിയ ജനറേഷൻ വരണം. രാഹുൽ ഗാന്ധി ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ്. ഹീ ഷുഡ് റിമൂവ് ദ ടോപ്പ് ലീഡർഷിപ്പ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഐ ഡോണ്ട് നോ വാട്ട് രമേശ് ചെന്നിത്തല ഹാസ് ഡൺ in parliament. പുള്ളി AC ജോർജ് എന്ന് പറഞ്ഞ് പണ്ടൊരു ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബോംബെയിലെ കേരള ക്രിസ്ത്യൻ കമ്മിറ്റി KCC എന്ന് പറഞ്ഞൊരു ഗ്യാതറിങ്ങിൽ പുള്ളി എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമാണ്, മലയാളി പൊളിറ്റീഷ്യൻസ് പാർലമെൻറ്റിൽ നിൽക്കുന്ന അവരുടെ അഴിഞ്ഞുപോയ മുണ്ട് കുത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദെയർ റോൾ ഇൻ പാർലമെൻറ്റ്? അവർ ഈ പൊളിറ്റീഷ്യൻസ് തന്നെ അവർ കേരളത്തിൽ ഇങ്ങനെ സ്പീച്ചസ് അല്ലാതെ വാട്ട് ഡു ദേ ഡു? അവർക്കൊരു ഇക്കണോമിക് ഫിലോസഫി അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്റ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിവുണ്ടോ? അതാണ് നോക്കുന്നത്. അപ്പോൾ ഈ VD സതീശനും ഈ രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ മലയാളത്തിൽ പറഞ്ഞ വായിലെ വാട കളയാൻ വേണ്ടി ചുമ്മാ മലയാളത്തിൽ കുറേ സ്പീച്ചസ് കൊടുത്ത് കതർമുണ്ടൊക്കെ എടുത്തിട്ട് വലിയ വാചകം അടിക്കുന്നതല്ലാതെ വാട്ട് ക്യാൻ ദി ഡു? കേരള എഡ്യൂക്കേഷൻ നീഡ്സ് റീഫോം. കേരള അഗ്രികൾച്ചർ നീഡ്സ് റീഫോം. 1000 രൂപ കൊടുത്തിട്ട് മുതലാകത്തില്ല. വി നോ ദാറ്റ്. സോ വേജസ് ഹാവ് ടു ബി ലിങ്ക്ഡ് വിത്ത് പ്രൊഡക്ടിവിറ്റി. we have to make farming attractive. ഇന്നത്തെ എൻ്റെ ഫാദർ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, കേരള വാസ് once an agriculturally surplus state. Today we are getting all the things from തമിഴ്നാടുമായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ I think we know where we stand. It will go for a toss. നമുക്കൊരു കാര്യം നമ്മുടെ സ്റ്റേറ്റിൽ ഗ്രോ ചെയ്യുവാനും, name one particular agricultural produce that is surplus in the state and that goes outside of Kerala. We know the answer to that. അപ്പം frivolous expenditure ആണ്, organically linked development അല്ല. And the youth are destroying their lives on alcohol and on frivolous expenditure like jewelry and clothes. I mean, jewelry and clothing are important. പക്ഷേ ഒരു മലയാളിയുടെ ഭൂരിപക്ഷം എക്സ്പെൻഡിച്ചർ റവന്യൂ capital linked expenditure alla. There is a difference between capital and revenue expenditure. When you spend money on capital expenditure like a machinery or something that helps in starting an industry, you are giving growth to jobs and future employment. When you buy a big car or when you indulge in jewelry and in clothes and in alcohol, it is frivolous expenditure that is negative. ഇത് നമ്മൾ അറിയേണ്ടതാണ്. ഇതിന് ഏതെങ്കിലും ഒരു കേരള എന്നൊരു പൊളിറ്റീഷ്യൻ a blueprint for growth and development ഇതുവരെ കൊടുത്തിട്ടില്ല. I have never heard anybody. I have never heard Ramesh Channithala or VD Satishan or any of the parties. The Communist Party must be removed from power. ഈ പിണറായി വിജയൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ലാവലിൻ കേസൊക്കെ ഹഷപ്പ് ചെയ്തത് നമുക്കറിയാവുന്നതാണ്. വി നോ ദാറ്റ് വെരി വെൽ. അതിലൊരു കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. There was an IAS officer called Thomas whose appointment to the Chief Vigilance Commissioner's appointment to that particular post was nullified. He was an unfortunate victim who was in the wrong party and the wrong time. അതുപോലെ പല കേരള പൊളിറ്റീഷ്യൻസ് ഈ പർട്ടിക്കുലർ ഇമേജ് ആണുണ്ട്. വി നീഡ് പീപ്പിൾ ഹു ക്യാൻ തിങ്ക്, ഹു ക്യാൻ പ്രൊവൈഡ് സൊല്യൂഷൻസ്. ചുമ്മാ സ്റ്റേജിൽ നിന്ന് കുറേ വിടുവാ പറഞ്ഞിട്ട് പോകുന്നതല്ല നമുക്ക് ആവശ്യമുള്ളത്. കേരളൈറ്റ്സ് ഹാവ് ടു ബി ഡിസേർണിംഗ്. ദേ ഹാവ് ടു ടേൺ ഓവർ ടു എ ന്യൂ ചാപ്റ്റർ. ആൻഡ് ഐ വുഡ് റിക്വസ്റ്റ് ത്രൂ ദിസ് ചാനൽ Chandi women and many of the younger leaders to reach out to Rahul Gandhi and to tell him to replace the current leadership in Kerala with a young, dynamic, right-thinking leadership that can provide solutions, economic, political and societal solutions to the problem in Kerala, other than giving speeches in Parliament and in the roadsides in Kerala. Thank you. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.